നമസ്കാരം, നദാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചോക്ലേറ്റ് കേക്കാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായി എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുടൻ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ കൂടി അമർത്തുക. ഞാൻ ചോക്ലേറ്റ് ഹോർലിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചോക്ലേറ്റ് ഫ്ലേവറുള്ള എന്താണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ബൂസ്റ്റ്, മാൾട്ടോവ, ബോൺവിറ്റ, ചോക്ലേറ്റ് പൗഡർ, കൊക്കോ പൗഡർ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. 1 കപ്പ് മൈദ, 4 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഹോർലിക്സ്, 1/2 കപ്പ് പൗഡേർഡ് ഷുഗർ, 1/4 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ. ഇവയെല്ലാം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. മുക്കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. കാൽ കപ്പ് ഓയിൽ ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. ബാറ്റർ റെഡിയായിട്ടുണ്ട്. കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം നന്നായി വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്യാം. അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് കളയാനായി ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിൽ ഉപ്പിട്ട് അതിലൊരു തിരികെയും ഇട്ട് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായി വെക്കാം. കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. $35 to 40 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴേക്കും കേക്ക് റെഡിയാകും. ഒരു ടൂത്ത് പിക്കോ പച്ചീർക്കിലോ ഉപയോഗിച്ച് കേക്കിൻ്റെ ഉൾവശം വെന്തോ എന്ന് ചെക്ക് ചെയ്യാം. കേക്ക് റെഡിയായിട്ടുണ്ട്. ഇത് തണുക്കാനായി മാറ്റിവെക്കാം. ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കാം. അതിനായി 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഹോർലിക്സിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് വെക്കാം. ഒരു പാനിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഹോർലിക്സും മൈദയും അരിച്ചൊഴിക്കാം. ഇത് നന്നായി വറ്റിച്ചെടുക്കണം. രണ്ട് ടേബിൾ സ്പൂൺ പൗഡർഡ് ഷുഗർ ആഡ് ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഡാൽഡയോ നെയ്യോ ആഡ് ചെയ്യാവുന്നതാണ്.
സിറപ്പാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രീമി ആവണ്ട. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ചോക്ലേറ്റ് സിറപ്പ് റെഡിയായിട്ടുണ്ട്. കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിൻ്റെ മുകളിലായി ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് കേക്ക് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.